ഇതിപ്പോ ഒരു KSRTC ആണ്, നമ്മളെ കേരള സർക്കാരിന്റെ വണ്ടിയാണ്. ഇതിപ്പോ നിയമം നോക്കുകയാണെങ്കിൽ നമ്മളെ വണ്ടിപ്പേര് കുറവുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വന്നിട്ട് ഫൈൻ ചെയ്തു. പക്ഷെ ഇതിന് ബ്രേക്ക് ലൈറ്റ് ഇല്ല, ഒരു പാർക്ക് ഇല്ല, ഒരു ബ്രേക്ക് ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. ഇത് കോഴിക്കോട്ട് നിന്ന് പൊന്നാനിക്ക് പോണ വണ്ടിയാന്ന് തോന്നുന്നത്. പക്ഷെ ഇപ്പൊ 8:14 സമയം. കാരണം നമ്മൾ അതിന്റെ ബാക്കിൽ വന്നുകൊണ്ടേ 15, 69, 90 നിർത്തി എവിടൊക്കെ നിർത്തുന്നുണ്ട്. പക്ഷെ ഒന്നും ബ്രേക്ക് ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഇവൻ പോണ പോക്ക് എന്തറിയോ, നല്ല ഹൈ സ്പീഡിൽ പോണതും പെട്ടെന്ന് ചവിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. അപ്പൊ ഇത് കാരണം പരപ്പനങ്ങാടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. ഇതിന് അധികാരികൾക്ക് ഒരു ഇതുമില്ല. നമ്മളെങ്ങനെ ബൈക്കറ്റോ അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചില്ല, അല്ലെങ്കിൽ മീൻ വാങ്ങാൻ വേണ്ടി അങ്ങാടി കിടക്കുന്ന സമയത്ത് ആണെങ്കിൽ ഈ ഒരു 900, 1000, 3000, 4000 ഫൈൻ വിട്ടു അല്ലേ. പക്ഷെ ഇതിനെന്ത് എന്താ ചെയ്യാ? അപ്പൊ ഇതിന് അധികാരികൾക്ക് ഇത് കണ്ണിറക്കാൻ പറ്റില്ല. അധികാരികൾ പിന്നെ എവിടെ പോയി കിടക്കുക? എന്ത് മന്ത്രി പക്ഷെ അത് പോയി കിടക്കാണ്. ഇതിനൊന്നും ആരും ചോദിക്കാനും വരില്ല, ഒന്നുമില്ല. ഏത് ഭരണക്കണം എന്തായിക്കോട്ടെ. പക്ഷെ പാവങ്ങൾ നെഞ്ചത് മാത്രം കയറിങ്ങാണ്ട് അവരെന്താക്കുക, ആണ്ട് പിയ്യ കത്തൂര. ഇപ്പൊ എത്ര മണിക്കൂർ ഇപ്പൊ അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ടയറ്, ഉള്ളിലെ ബാക്കിലുള്ള ടയറ് നൂല് കണ്ടിക്കണമെന്ന സംശയം കൂടി ഉണ്ട്. നോക്കിക്കണ്. അപ്പൊ ഇതിന് ആക്ഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് ആക്ഷൻ. എവിടെ ആക്ഷൻ എടുക്കാറ്? ആക്ഷൻ എടുക്കുന്നവർ എന്താക്കും? ഇതാവും. പിന്നെ മനപാടല്ലേ. കാരണം പാവപ്പെട്ട നെയ്ത്ത് മാത്രം കയറിയാൽ പോരാ, ഇതും കൂടെ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ലതാണ്. എന്റെ മാന ജനങ്ങളെ നിങ്ങളോട് പറയാണ്. പക്ഷെ മന്ത്രിമാരുടെ പറഞ്ഞിട്ട് കാര്യമില്ല. ആരെങ്കിലൊക്കെ ഒന്ന് കൊളുത്തി പിടിച്ചെത്തി കഴിഞ്ഞാൽ കുറെ ജീവൻ രക്ഷപ്പെടും. എന്തുകൊണ്ട് ഇവരെ പോലത്തെ വണ്ടിയുടെ ബാക്കിൽ പിടിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്താ? Okay?